ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ മറ്റൊരു വൊക്കാബുലറി പവർ സെഷനിലോട്ട് സ്വാഗതം. ദിസ് ഇസ് ഗോയിങ് ടു ബി പാർട്ട് 3 ഓഫ് ദ സെയിം ടോപ്പിക്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഈ വൊക്കാബുലറി പവർ സെഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അതുകൂടി കണ്ടതിന് ശേഷം ഈ ഒരു സെഷൻ കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിതൗട്ട് എനി ഡിലേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 questions ആണ് related to synonyms, antonyms, idioms, one word substitutions and fill in the blanks. Okay, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. And I am here, Shweta, along with you. ആദ്യത്തെ ചോദ്യം ഇതാണ്: വെനറേറ്റ് എന്നുള്ള വാക്കിന്റെ സിനണിം ആയിട്ട് വരുന്ന വാക്ക് ഏത്? Is it despise or revere or ignore or punish? ഓക്കെ, ഇപ്പൊ വെനറേറ്റ് എന്നുള്ള വാക്കിന് സിമിലർ ആയിട്ട് വരുന്ന മീനിങ് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, ഏതാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരിക? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി അല്ലെ, റെവർ ആണ്. ഇപ്പൊ റെവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേർഷിപ്പ് ചെയ്യുക അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ് ആണ് റെവർ എന്നുള്ള വാക്കിന് വരുന്നത്. ഓക്കെ, വെനറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ടു റിഗാർഡ് വിത്ത് ഗ്രേറ്റ് റെസ്പെക്ട് ആൻഡ് റെവറൻസ് അല്ലെ. ഇപ്പം വളരെ റെസ്പെക്റ്റോടുകൂടി അല്ലെ, റെവറൻസോടുകൂടി നമ്മൾ ഒരു കാര്യത്തെ സമീപിക്കുന്നതിനെയാണ് വെനറേറ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് സിമിലർ ആയിട്ട് വരുന്ന വാക്കാണ് റെവർ, വർഷിപ്പ്, അഡോർ, ഓണർ അല്ലെ, എസ്റ്റീം, ഐഡലൈസ്. ഇതൊക്കെ ഈ വെനറേറ്റ് എന്നുള്ള വാക്കിന് സിനണിംസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ഓക്കെ, ഐഡൽ വർഷിപ്പ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ. സോ ഓർത്ത് വെക്കുക: റെവർ, വർഷിപ്പ്, അഡോർ, ഓണർ, എസ്റ്റീം ആൻഡ് ഐഡലൈസ്. ഓക്കെ, ഇനി അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കുകൾ എന്തൊക്കെയായിരിക്കും? ഒരാളെ വേർഷിപ്പ് ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പറയുമ്പോൾ ഏതൊക്കെ വരും? ഡെസ്പൈസ് ചെയ്യുക അല്ലെ, ഡിസ്റെസ്പെക്ട് ചെയ്യുക, സ്കോൺ ചെയ്യുക, കണ്ടം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ആന്റണിംസ് ആയിട്ട് വരുന്നത്. അപ്പൊ വെനറേറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് ഡീപ്ലി. ഓക്കെ, അപ്പം അതിന് ഓപ്പോസിറ്റ് പറയുമ്പോൾ ഡിസ്റെസ്പെക്ട് അല്ലെങ്കിൽ സ്കോൺ അല്ലെങ്കിൽ കണ്ടം. ഓക്കെ, അപ്പൊ നമ്മളിത് എങ്ങനെ ഓർത്ത് വെക്കും? സി, വെനറേറ്റ് എന്ന് പറയുന്ന സമയത്തെ നമുക്കത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താലോ, വെനറും ഏറ്റും. ഓക്കെ, അപ്പൊ അവിടെ ഏറ്റ് എന്ന് പറഞ്ഞാൽ ഈറ്റു ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നത് അല്ലെ. സോ യു ഈറ്റ് അപ്പ് ഓർ അബ്സോർബ് റെസ്പെക്ട് ഫോർ സമൺ ഗ്രേറ്റ്, അങ്ങനെ ഓർത്താലോ. ഓക്കെ, വെനറേറ്റിംഗ് എൽഡേഴ്സ് എന്നുള്ള രീതിക്കൊക്കെ ഓർക്കുക. ഓക്കെ, വെനറേറ്റ്, എയ്റ്റ് മീൻസ് ഈറ്റ്. ഇപ്പൊ എന്താ ഈറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താ അബ്സോർബ് ചെയ്യുന്നേ? റെസ്പെക്ട് for someone great. Okay, for venerate means respect someone deeply. Okay, right. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആന്റണിം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടാസിറ്റേൺ ആണ് തന്നിരിക്കുന്ന വാക്ക്. ഓക്കെ, അപ്പൊ ടാസിറ്റേൺ എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്ക് ഏത് എന്നതാണ് ചോദ്യം. സൈലന്റ് ആണോ, റിസർവ്ഡ് ആണോ, ടോക്കറ്റീവ് ആണോ, അതോ മൂഡി ആണോ? ഏതാ വരിക? സി, ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ വളരെ സൈലന്റ് ആയിട്ടുള്ള, ഓക്കെ, അൺസ്പോക്കൺ ആയിട്ടുള്ള, മറ്റുള്ളവരോടൊന്നും സംസാരിക്കാത്ത ഒരാളെയാണ് നമ്മൾ ടാസിറ്റേൺ എന്ന് പറയാം. ഓക്കെ, സോ ഇറ്റ് മീൻസ് ഹാബിച്വലി സൈലന്റ്. ഓക്കെ, നോട്ട് ഇൻക്ലൈൻ ടു ടോക്ക് ഓർ സ്പീക്ക് മച്ച്, അധികം ഒന്നും സംസാരിക്കാത്ത. ഓക്കെ, അങ്ങനെ ഒരു മീനിങ് ആണ് ടാസിറ്റേൺ വരുന്നത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പം ഏത് വരും? വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള അല്ലെ, ഗ്യാരലസ് ആയിട്ടുള്ള, ലൊക്കേഷ്യസ് ആയിട്ടുള്ള, വോളിയബിൾ ആയിട്ടുള്ള, ചാറ്റി ആയിട്ടുള്ള ആളുകളെയാണ് ടാസിറ്റേണിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് വാക്കുകൾ? ടോക്കറ്റീവ്, ഗ്യാരലസ്, ലൊക്കേഷ്യസ്, വോളിയബിൾ ആൻഡ് ചാറ്റി. ഓക്കെ, ഇനി ഇതിന്റെ സിനണിംസ് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? സൈലന്റ് അല്ലെ, റിസർവ്ഡ്, പിന്നെ റെറ്റിസെന്റ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, റെറ്റിസെന്റ് എന്നുള്ള വാക്ക്. റെറ്റിസെന്റ് എന്ന് പറഞ്ഞാലും എന്താണ്? ഇങ്ങനെ ബീങ് സൈലന്റ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ റെറ്റിസെന്റ്, ടാസിറ്റേൺ, ഇതൊക്കെ സിനണിംസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ഇനിയോ നമുക്കിതൊന്ന് എങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും? സി, ടാസിറ്റേൺ അല്ലെ, ടാസിറ്റേൺ, ടാസിറ്റ് എന്ന് പറഞ്ഞാൽ സൈലന്റ് അല്ലെങ്കിൽ അൺസ്പോക്കൺ എന്നുള്ള മീനിങ് ആണ്. അപ്പോ ആ ടാസിറ്റൻ പേഴ്സൺ കീപ്സ് തിങ്സ് അൺസ്പോക്കൺ എന്നുള്ള ഒരു മീനിങ് നമുക്ക് എടുക്കാം. ഓക്കെ, ആ ഒരു ലൈക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കൊന്ന് കണക്ട് ചെയ്തിടാം. ഓക്കെ, ടാസിറ്റേൺ പേഴ്സൺ കീപ്സ് തിങ്സ് അൺസ്പോക്കൺ, ടാസിറ്റേൺ, അൺസ്പോക്കൺ. ഓക്കെ, സോ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോഴോ, someone who never stops talking അല്ലെ. റൈറ്റ്, അടുത്തത്
ഇനി നമുക്കുള്ളത് ഒരു ഈഡിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബീറ്റ് അറൌണ്ട് ദ ബുഷ്. ഓക്കെ, എന്താണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു വർക്ക് ഇൻ എ ഗാർഡൻ ആണോ? ടു അവോയ്ഡ് ദ മെയിൻ ടോപ്പിക് ആണോ? ടു സെർച്ച് ഫോർ സംതിങ് ആണോ? ടു വേസ്റ്റ് ടൈം സ്ലീപ്പിംഗ് ആണോ? ഏതാ വരിക? ഈ ബുഷ് എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഗാർഡൻ ഒക്കെ റിലേറ്റഡ് ആയിട്ടാണെന്ന് തോന്നും അല്ലേ? പക്ഷെ ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ? ടു അവോയ്ഡ് ദ മെയിൻ ടോപ്പിക് ആണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ മെയിൻ പോയിന്റ് പറയാതെ ഇനി നമ്മൾ ചുറ്റി വളഞ്ഞ കാര്യങ്ങൾ പറയൂലേ, അതിനെയാണ് ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ശരിക്കും ഹണ്ടിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഈഡിയമാണ്. ഓക്കെ, അപ്പൊ ഈ ബീറ്റേഴ്സ് എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അവര് ലൈക്ക് ഈ പക്ഷികളെയൊക്കെ പേടിപ്പിക്കുന്നതിനായിട്ട് ഓക്കെ ഈ ബുഷസ് ഒക്കെ ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പക്ഷികളെ പിടിക്കുന്നതിന് പകരം അവയെ പേടിപ്പിക്കുന്നതിനായിട്ട് ഈ ബുഷസിനെ ഹിറ്റ് ചെയ്യാറുണ്ട് ബീറ്റേഴ്സ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു ഈഡിയം വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടു അവോയ്ഡ് സേയിങ് സംതിങ് ഡയറക്ട്ലി ഓർ ടു ടോക്ക് അറൌണ്ട് ദ മെയിൻ സബ്ജക്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? സ്റ്റോപ്പ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ആൻഡ് ടെൽ മീ വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട, കൃത്യമായിട്ട് പറ എന്താണ് നടന്നത് എന്നുള്ളത് അല്ലേ? അതാണ് സ്റ്റോപ്പ് ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് ആൻഡ് ടെൽ മീ വാട്ട് ഹാപ്പൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എ പേഴ്സൺ ഹു പ്രിറ്റൻസ് ടു ബി വാട്ട് ഹി ഈസ് നോട്ട്. ഓക്കെ, അതായത് തൻ്റെ സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് മറ്റൊരു ഐഡന്റിറ്റിയിൽ അല്ലെ ആക്ട് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയാ? നാർസിസിസ്റ്റ് എന്ന് പറയോ, അതോ ഹിപ്പോക്രൈറ്റ് എന്ന് പറയോ, അതോ പെസിമിസ്റ്റ് എന്ന് പറയോ, അതോ സൈക്കോപാൻ എന്ന് പറയോ? എന്താ പറയാ? നമുക്കറിയാം ഇറ്റ് ഈസ് ഹിപ്പോക്രൈറ്റ് അല്ലെ? ഹിപ്പോക്രൈറ്റ് ആണ്. ആരെയാണ് നമ്മൾ ഹിപ്പോക്രൈറ്റ് എന്ന് പറയാ? a person who pretends to be what he is not അല്ലെ? തൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റിയെ മറച്ചു വെച്ചിട്ട് തൻ്റെ ഐഡന്റിറ്റി അല്ലാത്ത മറ്റൊരു ഐഡന്റിറ്റി അല്ലെ മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹിപ്പോക്രൈറ്റ് എന്ന് പറയുക അല്ലെ? റൈറ്റ്. ഇനി നാർസിസിസ്റ്റ് എന്ന് ആരെയാ പറയാ? നാർസിസിസ്റ്റ് ഇറ്റ് ഇസ് എ പേഴ്സൺ ഹു ഇസ് എക്സസീവ്ലി സെൽഫ് അഡ്മയറിങ്. ഓക്കെ, സ്വന്തം കഴിവിൽ ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളുന്ന ഓക്കെ തന്നെ തന്നെ സ്വയം അഡ്മയർ ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ നാർസിസിസ്റ്റ് എന്ന് പറയുക. ഓക്കെ, ഇനി പെസിമിസ്റ്റ് എന്ന് പറഞ്ഞാലോ? വൺ ഹു ഓൾവേസ് എക്സ്പെക്ട്സ് ദ വേർസ്റ്റ് അല്ലെ? എല്ലാ കാര്യത്തിലും നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന ഓക്കെ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന ആളെയാണ് നമ്മൾ പെസിമിസ്റ്റ് എന്ന് പറയുക. ഓക്കെ, വാട്ട് അബൌട്ട് സൈക്കോപാൻ? സൈക്കോപാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ലൈക്ക് ഫ്ലാറ്റർ ചെയ്ത് കാര്യം നേടുന്ന ഓക്കെ കാര്യം കാണാൻ വേണ്ടി കഴുത കാലം പിടിക്കുന്ന ആളുകളില്ലേ, അവരെയാണ് സൈക്കോപാൻ എന്ന് പറയുക. ഓക്കെ, ഇനി ഈ ഹൈപ്പോ HYPO ഓക്കെ ഹൈപ്പോ എന്ന് പറയുന്ന ആ ഒരു റൂട്ട് ഉണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അണ്ടർ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ളതാണ്. ഹൈപ്പോ ടെൻഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ? അപ്പൊ അണ്ടർ അല്ലെങ്കിൽ ഫോൾസ് എന്നുള്ള മീനിങ് ആണ് ഹൈപ്പോയ്ക്ക് വരുന്നത്. ക്രൈറ്റ് എന്ന് പറഞ്ഞാലോ? ആക്ച്വലി ക്രൈറ്റ് ഈസ് റിലേറ്റഡ് ടു ജഡ്ജ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? ഹിപ്പോക്രൈറ്റ് എന്ന് പറയുന്ന സമയത്ത് വൺ ഹു ജഡ്ജസ് അതേഴ്സ് ഫാൾസ്ലി വൈൽ ഹൈഡിങ് ദെയർ ഓൺ ഫാൾസ് എന്നുള്ള മീനിങ് ആ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം ഓർക്കുക. തൻ്റേതല്ലാത്ത ഐഡന്റിറ്റിയിൽ മറ്റൊരു ഐഡന്റിറ്റിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ള, അതായത് തൻ്റെ മോറൽ സ്റ്റാൻഡേർഡ്സും ബിലീഫ്സും ഒക്കെ മാറ്റി വെച്ച് മറ്റൊരു രീതിക്ക് ബിഹേവ് ചെയ്യുന്ന ആളെ നമ്മൾ എന്താ പറയുക? ഹിപ്പോക്രിറ്റ് എന്നാണ് പറയുക. ഓക്കെ, now let's move on to the last question. ഒരു fill in the blank ആണ്. Her dash behavior at the meeting offended everyone present എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ courteous ആണോ, അതോ ഇൻസോളന്റ് ആണോ, അതോ ഡിലിജന്റ് ആണോ, അതോ ടിമിഡ് ആണോ എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്തിയ എല്ലാവരെയും ഇൻസൾട്ട് ചെയ്യുന്ന രീതിക്കായിരുന്നു അവളുടെ ബിഹേവിയർ എന്നുള്ളതാണ് പറയേണ്ടത്. സോ നമുക്ക് അവിടെ ആ ഒരു ബ്ലാങ്കിൽ വേണ്ടത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ? അപ്പൊ അവിടെ ഇൻസോളന്റ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇൻസോളന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുക അല്ലെ? അറഗന്റ് ആയിട്ട് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും കാണിക്കാതെ ബിഹേവ് ചെയ്യുന്നതിനെയാണ് ഇൻസോളന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒഫൻഡഡ് എന്നുള്ള വാക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് വേണം നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് അല്ലെ? സോ courteous എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കാണ് അല്ലെ? പൊളൈറ്റ് ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ courteous എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻസോളന്റ്. ഓക്കെ, ഇൻസോളന്റ് എന്ന് പറഞ്ഞാൽ വളരെ റൂഡായിട്ടുള്ള ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒന്നിനെയാണ് ഇൻസോളന്റ് എന്ന് പറയുന്നത്. ഇനി ഡിലിജന്റ് എന്ന് പറഞ്ഞാലോ? അതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഹാർഡ് വർക്കിംഗ്, കെയർഫുൾ എന്നൊക്കെയുള്ള മീനിങ് ആണ്
ഡിലിജന്റിന് വരുന്നത്. ഇനി ടിമിഡ് എന്ന് പറഞ്ഞാലോ ഷൈ, ഓക്കെ, ഹെസിറ്റന്റ് ആയിട്ടുള്ള, ഷൈ ആയിട്ടുള്ള, കോൺഫിഡൻസ് ഇല്ലാത്ത എന്നൊക്കെയുള്ള മീനിങ് ആണ് ടിമിഡിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് ഇൻസോളന്റ്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് ക്വിക്ക് ആയിട്ട് റീക്യാപ്പ് ചെയ്യാം. വെനറേറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ആളെ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ ഡീപ്പായിട്ട് റെസ്പെക്ട് ചെയ്യുക, അല്ലെ? സോ ടു റെസ്പെക്ട് ഡീപ്ലി, റെവർ, വർഷിപ്പ് എന്നൊക്കെയുള്ള മീനിങ് ആണ് വെനറേറ്റ് എന്നുള്ള വാക്കിന് വരുന്നത്. ടാസിറ്റേൺ എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് അല്ലാത്ത, ഹാബിച്വലി സൈലന്റ് ആയിട്ടുള്ള ഒന്നിനെ ടാസിറ്റേൺ എന്ന് പറയുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ടോക്കറ്റീവ് അല്ലെങ്കിൽ ഗ്യാരലസ് പോലെയുള്ള വാക്കുകളാണ്. ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മെയിൻ പോയിന്റ് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാതെ, അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങളെ പറയുന്നതാണ്. ടു അവോയ്ഡ് കമ്മിങ് ടു ദ മെയിൻ പോയിന്റ്. ഹിപ്പോക്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഹീസ് എ പേഴ്സൺ ഹു പ്രിറ്റൻസ് ടു ബി വാട്ട് ഹി ഈസ് നോട്ട്, അല്ലെ, തൻ്റെതല്ലാത്ത ഒരു ഐഡന്റിറ്റി എടുത്ത് അണിയുന്ന ഒരാളെയാണ് നമ്മൾ ഹിപ്പോക്രൈറ്റ് എന്ന് പറയുക. അതുപോലെ ഇൻസോളന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, റൂഡ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ ഇൻസോളന്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അറഗന്റ് ഇൻ മാനർ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിച്ച 5 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയറിങ് ഈസ് ഓൾവേസ് കെയറിങ്. ആൻഡ് നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ മോർ സിമിലർ സെഷൻസ്. Okay, so thank you so much for your patient listening. Happy learning.